ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക രാജ്യത്തെക്കുറിച്ചും സാത്താന്റെ രാജ്യത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നടക്കുന്നതായ കാര്യം ഏറ്റുപറച്ചിൽ എന്നുള്ളതാണ്. അതായത് യേശുവിനെ രക്ഷിതാവായും കർത്താവായും ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ടുള്ളതായ ഏറ്റുപറച്ചിൽ. റോമാലേഖനം 10:8 എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. അത് വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടതാണ്. വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വാസത്താൽ യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ഏറ്റുപറയുന്ന ആ സമർപ്പണമാണ് ദൈവരാജ്യത്തിൽ നടക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് സാത്താന്റെ രാജ്യത്തിൽ മത്സരവും അവിശ്വാസവുമാണ്. യഥാർത്ഥമായിട്ട് ദൈവം ആരെന്ന് സകലവിധത്തിലും അറിവ് ലഭിച്ചിട്ടുള്ളപ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ളതായ മനഃപൂർവമായ മത്സരം, അതേപോലെ അവിശ്വാസം. എബ്രായ ലേഖനത്തിൽ അത് ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അഥവാ ഇസ്രായേൽ മക്കൾ അവര് അവിശ്വസിച്ചു. അതുകൊണ്ട് അവർക്ക് വാഗ്ദത്ത കനാൻ നാട്ടിൽ എത്തുവാനായിട്ട് കഴിയാതെ പോയ കാര്യം പുതിയ നിയമത്തിൽ എടുത്തു പറയുകയാണ്. വീണ്ടും 4-ാം അധ്യായത്തിൽ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക എന്നുള്ളതായ ബുദ്ധിയുപദേശമാണ് അവിടെ തന്നിരിക്കുന്നത്. അതേപോലെ എബ്രായ ലേഖനം തന്നെ 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കുവാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റിയൊഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്തവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം എന്നുള്ളതായ ഒരു ബുദ്ധി ഉപദേശമാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദുഷ്ടനായ ശത്രു ചെയ്യുന്നത് ജനത്തെ അവിശ്വസിപ്പിക്കുക, മത്സരമുള്ളവരാക്കി മാറ്റുക, പാപികളാക്കി മാറ്റുക. ഇതെല്ലാമാണ് അവന്റെ രാജ്യത്തിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ, രക്ഷയ്ക്ക് ഒരു മാർഗമേ ഉള്ളൂ. അത് വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം ആരംഭത്തിൽ ചിന്തിച്ചതുപോലെ കർത്താവിനെ വിശ്വാസത്താൽ സ്വന്തം രക്ഷകനായി അംഗീകരിക്കുക. സകല മത്സര ഹൃദയവും ആ സാത്താൻ കൊണ്ടുവരുമ്പോൾ, സകല പാപ സ്വഭാവവും അവൻ കൊണ്ടുവരുമ്പോൾ അതിനെയെല്ലാം ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ ദൈവത്തെ ഏറ്റെടുക്കുക, രക്ഷകനെ ഏറ്റെടുക്കുക. അതാണ് ഒരു വിശ്വാസിക്ക് അഭികാമ്യം. എന്നാൽ ഇന്ന് ലോകത്തിൽ വിവിധ നിലകളിൽ ദുഷ്ടനായവൻ അവന്റെ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ നിന്ന് അവന്റെ ആ രാജ്യത്തിലേക്ക് അവൻ ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രത്യേകിച്ച് ഇത് അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് വളരെ ദുർഘട സമയങ്ങൾ വരും എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഏറ്റവും കൂടുതൽ മുൻകാലങ്ങളേക്ക് നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് പാപത്തെ പച്ചവെള്ളം പോലെ ഒരു ഭയവുമില്ലാതെയാണല്ലോ മനുഷ്യൻ പാപത്തിൽ മേഞ്ഞ് പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് നടക്കുന്നത്. അതെ, ഒരു വശത്ത് മത്സരം, അവിശ്വാസം, ഇതെല്ലാം സാത്താന്റെ രാജ്യത്തുണ്ട്. മറുവശത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ താഴ്മയും വിനയവും ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ആ പാത ഏറ്റെടുത്തുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട്
ദൈവകുഞ്ഞുങ്ങൾ ദൈവരാജ്യത്തിൽ അവകാശികളായി തീരുന്ന ഒരു കൃപായുഗത്തിലാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ കൃപായുഗം ഒരു നിശ്ചിത പീരീഡേ ഉള്ളല്ലോ. ഇത് കഴിയുമ്പോൾ കർത്താവ് തന്റെ രാജ്യം പൂർണ്ണമായി ഇവിടെ സ്ഥാപിക്കുകയും താൻ തന്റെ ജനത്തെ അതിനു മുൻപ് മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ച് താൻ 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഇവിടെ കടന്നു വരികയും തുടർന്ന് ദൈവരാജ്യത്തിന്റെ പൂർണ്ണത ഇവിടെ ഉണ്ടാകുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ പ്രത്യാശ. അതെ, അതിനായി ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണ്ണമായി നമ്മെ സമർപ്പിച്ച് നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറ്. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊൻതളമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹിമ വിളങ്ങും പൊൻതളമേ. ഏക ഇടയൻ ഒരു കൂട്ടമേ, എത്ര മഹാനന്ദമേ. ഏക ഇടയൻ ഒരു കൂട്ടമേ, എത്ര മഹാനന്ദമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. വൈരാഗ്യങ്ങളൊന്നുമില്ല, തർക്കസൂത്രം പിണക്കങ്ങളൊട്ടുമില്ല. കക്ഷി വൈരാഗ്യങ്ങളൊന്നുമില്ല, തർക്കസൂത്രം പിണക്കങ്ങളൊട്ടുമില്ല. കൂട്ടം കൂട്ടം ചേർന്നു നിന്ന് പാട്ടുപാടി പുകഴ്ത്തിടുന്നു. കൂട്ടം കൂട്ടം ചേർന്നു നിന്ന് പാട്ടുപാടി പുകഴ്ത്തിടുന്നു. എത്ര മോദമാർ വർണ്ണിച്ചിടും സ്വർഗീയ ഭാഗ്യമിത്. എത്ര മോദമാർ വർണ്ണിച്ചിടും സ്വർഗീയ ഭാഗ്യമിത്. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. മലയിൽ കുഞ്ഞാടുമായി നിൽക്കും 144,000